സവ്വജതുക ബിന്തി ഫുലാനത ഖബിൽതു നികാഹഹ. ഈ ഖബിൽതു നികാഹഹ എന്ന് പറയുന്ന വാചകം പെണ്ണിന്റെ ബാപ്പായുടെ കയ്യും പിടിച്ചുകൊണ്ട് ഉച്ചരിച്ചിരിക്കുന്ന പുരുഷ, ഈ ഒരൊറ്റ വാചകം വല്ലാത്തൊരു വാചകമാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. കടുത്ത ഒരു സുഭദ്രമായ കരാറ് നിങ്ങളിൽ നിന്ന് അവർ പിടിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. ഖബിൽതു നികാഹഹ എന്ന് പെണ്ണിന്റെ കൈപിടിച്ച്, പെണ്ണിന്റെ കൈക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ആ ഉച്ചരിക്കുന്ന വാചകത്തോടുകൂടെ ആ പെണ്ണുങ്ങൾ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് കടുത്ത ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഭർത്താവിനെ കൈപിടിച്ചുകൊണ്ട് സവ്വജതുക ചൊല്ലിക്കൊടുക്കും മുൻപ് ഉപസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഇതൊരു വലിയ പറയൽ സുന്നത്തുണ്ട്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം തന്നെ എന്റെ മോളെ കൊണ്ട് നടക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്ത് ഞാൻ കല്യാണം ചെയ്തു തരുന്നത്. എന്താ വ്യവസ്ഥ? മിൻ ഇംസാകിൻ ബിമഅറൂഫ്. കൊണ്ടിടക്കുന്നെങ്കിൽ നല്ലോണം കൊണ്ടിടക്കുക. ഔ തസ്രീഹിം ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ല എനിക്ക് തിരിച്ചയക്കാം. ആര്? ബാപ്പ കൈപിടിച്ചിട്ട് പറയൽ സുന്നത്തുള്ള വാചകമായി പറയുന്നു. ഒന്നുകിൽ നല്ല എനിക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ നല്ലോണം കൊണ്ടിടക്കാം. നല്ല എനിക്ക് തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ടാ കൈ കൊടുക്കുന്നത്. എന്നിട്ടാ സവ്വജതുകാന്ന് പറയൽ സുന്നത്ത്. ഇത് നാടന്മാർക്ക് കഴിവില്ലാന്ന് കരുതിയിട്ടാണ് മൊയ്യേര് പറഞ്ഞു നോക്കുമ്പോ അതൊക്കെ പറയാത്തത്. സവ്വജതുക പറയുമ്പോൾ സവ്വജതുകാന്നല്ല അധികം പറയുള്ളൂ ആളുകൾ. ഇത് പറയാൻ പറ്റാത്തതിന് മുമ്പിൽ പിന്നെ സവ്വജുക്കാന്നും പറഞ്ഞ് വെറുതെ പറഞ്ഞിരുന്നതാണ് ആശാവും. ഇവരിത് മൂല്യന്മാര് പറഞ്ഞു കൊടുക്കാതിരിക്കുക. വാസ്തവത്തിൽ തിരിയുന്ന ഒരാളാണെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ ഇതും പറയും. എന്തായി പറയുന്നത്? നല്ല ആൾക്ക് തിരിക്കണം, ശരിക്കും കൊണ്ടിടക്കണം. അത് വലിയൊരു ഭാഗമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ പറയുന്നു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകമാണ് വലഹുന്ന. പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന, നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തരേണ്ട ബാധ്യതകൾ അവരുടെ മേൽ എത്രയാണോ, നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എത്രയാണോ, അതിന് തുല്യമായ അവകാശം പെണ്ണുങ്ങൾക്ക് നിങ്ങളിൽ നിന്നും കിട്ടേണ്ടതുണ്ട്. അല്ലാഹു തആലാന്റെ വാചകമാണ്. എന്റെ കെട്ടിയോൾ, എന്റെ പെണ്ണ്, എന്റെ ഭാര്യ. ഈ വാക്യന്റെ കണ്ടങ്ങൾ ഭാര്യ ഇതന്നെ ഇസ്ലാം അനുവദിക്കൂല. ഭാര്യയാക്കി തന്നൊന്നും ഇവിടെ പറയുന്നില്ല. രണ്ട് പദേ അള്ളാഹുവിന് പറയുന്നുള്ളൂ. ദിവാജ്, നിക്കാഹ്. എന്താ ദിവാജ് എന്ന് പറഞ്ഞാൽ? ഇണയാക്കുക. നിക്കാഹ് കൂട്ടിത്തരുക. കണ്ടോ? അകന്നു നിൽക്കുന്ന രണ്ട് വസ്തുക്കളെ കൂട്ടുക, ഇണയാക്കുക. ഈ രണ്ട് പദമല്ലാത്ത പദം ഉപയോഗിച്ചാൽ നിക്കാഹ് സാധുവല്ല ശാഫി മദ്ഹബിൽ. പിന്നെ എവിടെ ഭാര്യ, എവിടെ ഭർത്താവ്? നമ്മുടെ നാട്ടിലെ സമ്പ്രദായം തന്നെ അതാ. ഭാര്യ. ഇവിടെ എന്താ പറയുന്നത്? മാപ്പിള ഇന്നാതിന്റെ തെങ്ങ. തെങ്ങ എനിക്കതിന്റെ ഭാഷ തിരിച്ചിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ മലയാളം പറയുന്നത് ഭാര്യ. ഇവിടെ മാപ്പിള തെങ്ങ. ഈ പെഞ്ഞയും നമ്മിന്റെ അർത്ഥം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. മിക്കവാറും ഭാര്യ തന്നെ ആയിരിക്കും. ഭാര്യ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ. പണ്ടത്തെ ആ ബ്രാഹ്മണ ഭാഷയാണ് ഞങ്ങളുടെ നാട്ടിലെ ബ്രാഹ്മണ ഭാഷ. ഭർത്താവ് ഭരിക്കുന്നവൻ, പെണ്ണ് ഭരിക്കപ്പെടുന്നവൾ. ബാലയാവാ യുവത്യാവാ വൃദ്ധയാവാ വിയോഷിതാനസ്വാതന്ത്രേണ കർത്തവ്യം കിഞ്ചിൽ കാര്യം ഗൃഹേ സ്വഫി. പണ്ട് പാട് കാലം മുമ്പ് ഞാൻ ഈ പ്രസംഗമൊക്കെ പറയുമ്പോഴും ഒക്കെ പാടാറുണ്ടായിരുന്നു. ഇപ്പൊ പണ്ടത്തെ കുട്ടിക്കാലത്ത് ഇപ്പൊ നിർത്തല്ലോ, ഇപ്പൊ അതൊക്കെ പാടിയാൻ പറ്റില്ല. എന്താ പറയുന്നവരുകൾ? ബാല്യായിരുന്നാലും ചെറുപ്പമായിരുന്നാലും എപ്പോഴായിരുന്നാലും പെണ്ണ് ആണിന്റെ കീഴിൽ തന്നെ നിന്നുകൊള്ളണം. പെണ്ണ് ആണിന്റെ കീഴിൽ, ഭർത്താവിന്റെ കീഴിൽ, അല്ലെങ്കിൽ ബാപ്പാന്റെ കീഴിൽ, അല്ലെങ്കിൽ മൂത്ത പുത്രന്റെ കീഴിൽ ഭരിക്കപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞുകൊള്ളണം. മനുസ്മൃതിയുടെ മതം, ബ്രാഹ്മണന്റെ മതം. ഈ മതം വെച്ചിട്ടുള്ള പ്രയോഗമാണ് ഭർത്താവ് ഭാര്യ. ഇനി പോയിട്ട് നോക്ക് ക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനി, വേദത്തിന്റെ ആള്, മൂന്നാം വേദത്തിന്റെ ആള്, നാലാം വേദത്തിന്റെ ആള്. നമ്മൾ മൂന്നാം വേദത്തിന്റെ രണ്ടാം വേദത്തിന്റെ ആളുപോലെ. ഈ മൂന്നാം വേദത്തിലോ കല്യാണം കഴിക്കുന്നതോടുകൂടെ ഭരിക്കപ്പെടുന്നവൾ എന്ന് അവളുടെ നെറ്റിയിൽ കുറിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. അതാരാ? അപ്പോസ്തലനായ പൗലോസ്, സെന്റ് പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കത്തിൽ അവയ്ക്കുള്ള വേദം ആ വേദത്തിൽ എഴുതിയതാണ്. ഭരിക്കപ്പെടുന്നവൾ എന്ന് നെറ്റിയിൽ തിലകം ചാർത്തിയിട്ട് വേണം പെണ്ണ്. ഇതൊക്കെ ഇതിപ്പോ വിഷയം അങ്ങനെ പറഞ്ഞു പോകാത്തതുകൊണ്ട് ആ വിഷയമൊക്കെ ഞാൻ കിടക്കാതിരിക്കണം. നമ്മൾ ഇസ്ലാമോ അനങ്ങാൻ പറ്റൂല. അതിന്റെ അപ്പുറം ഭാര്യയാക്കി തന്നു എന്ന് മാത്രമാണ് ഒരാൾ മലയാളത്തിൽ പറഞ്ഞെങ്കിൽ നിക്കാഹ് സാധുവല്ല. പിന്നെന്ത് വേണം?
പരിഭാഷ വെക്കുന്നെങ്കിൽ ജബ്ബജത്തുക്കിന്റെ അർത്ഥം തന്നെ വെക്കണം. ഭാര്യയാക്കാനല്ല എന്റെ അർത്ഥം. ജബ്ബജത്തുക്ക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഇണയാ, ഇണയും തുണയും. കണ്ടോ നിങ്ങൾ, ആരാ ഇണ ആരാ തുണ അറിഞ്ഞൂടാ. ആണ് ഇണയാണോ എന്നാ പെണ്ണ് തുണയാണ്, പെണ്ണ് ഇണയാണോ എന്നാ ആണ് തുണയാ. എന്താ ഇസ്ലാമിന്റെ സങ്കല്പം? നിക്കാഹ് എന്ന് പറഞ്ഞാലോ അകന്നു കഴിഞ്ഞതിനെ കൂട്ടുക. തെനാക്കഹത്തിൽ അജ്ജാറു, കാറ്റടിക്കുമ്പോ മരങ്ങളുടെ കൊമ്പുകൾ തമ്മിൽ മുട്ടി വരുമ്പോ ഇതിൽ നിന്ന് പിടിച്ചതാണ് നിക്കാഹ്. തെനാക്കഹത്തിൽ അജ്ജാറു, മരത്തിന്റെ കൊമ്പുകൾ കാറ്റടിച്ചപ്പോൾ കൂട്ടി വരുമ്പേ ഏത് കൊമ്പ്? ഇവിടെ മൂച്ചി, അവിടെ പിലാവ്, രണ്ടും മുട്ടും. ഇത് മൂച്ചിയാണോ ഇത് പ്ലാവാണോ നോക്കൂല. ഇവിടെ തേങ്ങ, അവിടെ അടക്ക, രണ്ടും മുട്ടും അല്ലെ. ഏത് മരവും വക നോക്കാതെ കൂട്ടിമുട്ടുന്നത് പോലെ ഏത് വകയിൽ നിന്ന് കൊണ്ടുവന്നാലും നിക്കാഹ് പറയുന്നതോടുകൂടെ കൂട്ടിമുട്ടിയവർ. കണ്ടോ നിങ്ങൾ, ഈ കൂട്ടുമുട്ടലോടുകൂടെ കഴിഞ്ഞ് ഏറ്റുമുട്ടലല്ല, കൂട്ടിച്ചേർക്കുക. ഷാഫി മദ്ഹബ് പറയുന്നു ഈ രണ്ട് പദമല്ലാതെ നിക്കാഹ് നിശ്ചയിച്ചാൽ നിക്കാഹ് സാധുവല്ല. അതിലെന്താ ഇമാം ഷാഫി തങ്ങൾ കാരണം പറയുന്നത്? അന്നഹു ലം യരിദ് വയുറുഹുമാ ഫിൽ ഖുർആൻ, അള്ളാന്റെ ഖുർആനിൽ നിക്കാഹിനെ ചൊല്ലി ഈ രണ്ട് വാചകമല്ലാതെ വന്നിട്ടില്ല. ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആലാന്റെ സങ്കല്പമില്ല ഇസ്ലാമിലെ ദാമ്പത്യം. ഈ ഖബീസ് നിക്കാഹയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഈ പെണ്ണ് വരച്ച വാചകം പറയുന്നതോടുകൂടെ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്, അവർ നിങ്ങളുടെയും വസ്ത്രമാണ്. ഏറ്റക്കുറച്ചിലില്ല. തമ്മിൽ ഒരു കൂട്ടർക്ക് വേണ്ടി മറ്റോല് മടക്കപ്പെട്ടു എന്ന സങ്കല്പമില്ല. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, അവർ നിങ്ങളുടെ വസ്ത്രമാണോ, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശത്തിന് തുല്യമായത്. ഇബ്നു അബ്ബാസ് എന്നൊരു പറയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ കെട്ടിയോളെടുത്ത് പോകുമ്പോ കുളിച്ച് വൃത്തിയായി അത്തർ പൂശി നല്ല വസ്ത്രമണിഞ്ഞിട്ടാണ് മണിയറയിലേക്ക് ഞാൻ പോകാറ്. ഇന്നീല അതയ്യനു ലിംറാത്തി കമാ തതയ്യനു ലീ ലിഅന്നഹു ഖാൽ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഇബ്നു അബ്ബാസ്, ഞാൻ എന്റെ കെട്ടിയോളെടുത്ത് ചെല്ലുമ്പോ ഓൻ എവിടേക്കോ പോയി കച്ചവടം ചെയ്ത് വിയർത്ത് കുളിച്ച് ആകെ നാക്കി ഈ വാസനയിട്ട് വന്നിട്ട് ഓനാടങ്ങ് പോയി കിടക്കും. കയ്യുമില്ല, കാലുമില്ല, മോറുമില്ല, നിക്കരിക്കുമില്ല, കുളിക്കുമില്ല, ഒന്നുമില്ല. ഓന് പിന്നെ കുളിക്കേണ്ട രാവിലെ അപ്പൊ കുളിക്കില്ല. ഇവളവനും വേണ്ടി കുളിക്കണം, വൃത്തിയാവണം, അടുക്കളയിട്ട് മാറ്റണം, ആ നയിച്ച് പറ്റൂല, ഈ നയിച്ച് പറ്റൂല, അതൊക്കെ പോക്കിയിട്ട് സുന്ദരമായിട്ട് വരണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറയുന്നു, പറ്റൂല. ഈ ആയത്ത് കേൾക്കുന്നത് കൊണ്ട് ഈ ആയത്തിന്റെ അന്തസ്സാരമായ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇന്നീല അസതയ്യനുലിംറാത്തി കമാ തതയ്യനുലി, എനിക്ക് വേണ്ടി അവൾ മൊഞ്ചാകുന്നത് പോലെ ഞാൻ അവൾക്ക് വേണ്ടി മൊഞ്ചാകും. കാരണം അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട അവകാശം നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട അവകാശം പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടതുമായിട്ടുണ്ട്. അള്ളാഹ് അപ്പൊ അവര് വൈറ്റൊക്കെ മാറ്റി കുളിച്ച് സുഗന്ധമൊക്കെ പൂശി അപ്പറൊക്കെ പൂശി വരുന്നത് നമുക്ക് സ്വന്തമാണോ, ഇഷ്ടമാണോ? എന്നാൽ നമ്മളും അതുപോലെ തന്നെ ചെല്ലുന്നത് അവർക്കും ഇഷ്ടമാകും. അത് അവകാശമായി വെച്ചുകൊള്ളണോ എന്ന് അള്ളാഹു താല പറയാ. അള്ളാഹു താല ഇത് പറഞ്ഞാൽ പിന്നെ ഇത് അപ്പറാരാ? അല്ലാണ്ട് റസൂൽ പറഞ്ഞ കേട്ടോ നിങ്ങൾ, മിൻ ദുനിയാകും സലാസ് അൽ മർഅതു വത്തീബ് വഖുറത്തു ഐനി ഫിസ്സലാഹ് ഖാല റസൂലുള്ളാഹി. നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് എന്ത് വേണമടോ? ഒന്നും വേണ്ട. ആകെ മൂന്ന് കാര്യമേ നിങ്ങളുടെ ദുനിയാവിലേത് എനിക്ക് വേണ്ടൂ. ബിരിയാണി വേണ്ട, ചാപ്പാട് വേണ്ട, ഇതൊന്നും എന്റെ മനസ്സിനെ ഒട്ടും ആകർഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് മൂന്ന്. ഒന്നെനിക്ക് പെണ്ണ്, ആ പെണ്ണിനെ ആകർഷിക്കാൻ അത്തറ്, സുഗന്ധം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ എന്റെ കണ്ണ് കുളിർമയാകുന്നത് മുഴുവൻ എന്റെ റബ്ബിന്റെ സവിധത്തിൽ പോയി നിക്കരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി. അള്ളാന്റെ ഹദറത്തിൽ പോയി നിക്കരിക്കുമ്പോ കിട്ടുന്ന കൺകുളിർക്കയുള്ള സന്തോഷം കഴിഞ്ഞാൽ ദുന്യാവിന് മടങ്ങണോ? പിന്നെ പെണ്ണെ എനിക്ക് വേണ്ടു സന്തോഷത്തിന്. ആ പെണ്ണിന് വേണ്ടിയിട്ട് അത്തറുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയുന്ന ഈ രീതിയിൽ നടക്കണമെങ്കിൽ എങ്ങനെയുണ്ട് പണി? കുറച്ച് പണിയുണ്ട്, അധ്വാനമുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ. ഏറ്റവും നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല സ്വഭാവവും തന്റെ വീട്ടിന്റെ അകത്താര് നടത്തുന്നുവോ അവനാണ് ശരിയായ മൂമിൻ. ചില മനുഷ്യന്മാര് നിസ്കാരം ശുദ്ധ, ഖുർആനോത്തും പാരായണവും ഒക്കെ ഉണ്ട്, ക്രിസ്ത്യന്മാരുടെ കയ്യിൽ മറിക്കണ്ണേറ്റുള്ളൂ. പെരീക്കാൻ കയറിയാ അങ്ങനെ അതുമാ
ഇതല്ലേ വിളിക്കൂ. നിന്റെ കഞ്ഞിക്കും ഉപ്പിനും മുളകിനും കറിയിനും കീറിനും എല്ലാറ്റിനും വീടിന്റെ അകത്ത് കച്ചറയും വന്നപ്പോ എന്തിനാണിവൻ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. അവൻ മൂമിനല്ല. അക്മലുൽ മുഅ്മിനീൻ, ഏറ്റവും സമ്പൂർണ്ണൻ, അവന്റെ വീടിന്റെ അകത്ത് സമ്പൂർണമായ നല്ല വർത്തിത്വത്തിൽ നിൽക്കുന്നവനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി. സ്വന്തം വീടിനോട് സ്വന്തം നിൽക്കുന്നവൻ ആരാണോ അവനാണ് മെച്ചപ്പെട്ടവൻ. ഒരാളെ കുറിച്ച് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഫുലാൻ ആബിദാണ്, രാത്രി ഉറക്കം ഒന്നായിട്ട് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ വന്നു, അയാള് നല്ല മൂമിനാന്ന് പറഞ്ഞപ്പോ ആ മുസ്ലിമോ? ആ മുസ്ലിമേക്കാരം. അള്ളാഹുവിന്റെ റസൂലേ അല്ലനിതേ നിസ്കരിച്ചയാളെ നല്ല മനുഷ്യനാ, മൂമിനാ, നല്ല മൂമിൻ. അവ മുസ്ലിമോ? അല്ലെ മുസ്ലിമാ. റസൂലുള്ള മുസ്ലിം തന്നെ പറയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പിന്നെ പറഞ്ഞു, ഇടൂ അയാളെ വീടരോടൊന്ന് പോയി ചോദിച്ചു, എങ്കിലേ അയാളെ ഈമാൻ അടക്കാൻ പറ്റൂ എന്നാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. ഈ തലയെക്കെട്ട് എന്റെ ഈ പഞ്ചാരവും പുതിയൊന്നും നിങ്ങൾ കേൾക്കണ്ട. എന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് തരക്കേടില്ലാന്ന് വീടര് പറഞ്ഞോ, അപ്പോഴേ ഒരു മനുഷ്യന്റെ ശരി അറിയൂ. ഇതാർക്കാ തിരിയാത്തത്? ഞാനും നിങ്ങളായിട്ട് കാണുന്ന ഒരു കൊല്ലത്തിലോ 2 ദിവസമോ എപ്പോഴേലും അല്ലേ ഇപ്പൊ ചിരിക്കാൻ ഇരിക്കുമ്പോഴേക്കും. എന്നാൽ തന്നെ നമ്മൾ ലേശം നടക്കുമ്പോഴേക്ക് അവന്റെ സ്വഭാവം എന്റെ സ്വഭാവമൊക്കെ തമ്മിൽ തിരിയൂലേ? തിരിയും. ഇത് രാത്രിയും പകലും മുഴുക്ക വീട്ടിൽ നിൽക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവം ശരിയായി അള്ള പടച്ച സ്വഭാവം അവിടെയാ പ്രകടമാകുക. അതാണ് അല്ലാഹു തആലാന്റെ റസൂല് പറഞ്ഞത്, വീട്ടിൽ പോയിട്ട് നല്ല നിലക്ക് നിൽക്കുന്നവനാണ് ഏറ്റവും മുന്തിയവൻ. ഞാൻ എന്റെ വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണോ ഖാല റസൂലുള്ളാഹി. എന്താണ് ആ പ്രയോഗം? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. സ്വന്തം വീടുകാരോട് നല്ല നിലക്ക് നിൽക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. ഞാൻ നിങ്ങളിൽ വെച്ച് എന്റെ വീട്ടുകാരോട് ഏറ്റവും മെച്ചപ്പെട്ടവനാണ് ഞാൻ. എന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കൂ എന്നെ കുറിച്ച്. അല്ല ഐഷാബിനോട് ചോദിച്ചാലും ഹസ്സാബിനോട് ചോദിച്ചാലും കളത്രമാർ എത്ര ഉണ്ടായിട്ടുണ്ടോ?